ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. വൺ നൈറ്റ് സ്റ്റാൻഡിൽ തുടങ്ങിയിട്ട് അതൊരു 3-4 പേരുടെ ലൈഫിനകത്ത് അത് എങ്ങനെ കണക്റ്റായി പോകുന്നു എന്നൊക്കെ ഉള്ളൊരു സിനിമയുണ്ട്. വൺ നൈറ്റ് സ്റ്റാൻഡ് പരമായിട്ടുള്ള കുറച്ച് ഫണ്ണി മൂവീസും കുറച്ച് അഡൽട്ട് മൂവീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന, ലൈഫ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണിക്കുന്ന ഒരു മൂവിയെക്കുറിച്ചാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ വന്നത്. സാക്ഷാൽ ആമിർ ഖാനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ കം ആക്ടർ, ലീഡ് ക്യാരക്ടർ ചെയ്തത്. പക്ഷേ ഇത് ചെയ്യാൻ പുള്ളി ആ റോളിലേക്ക് എത്തുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. പുള്ളി അത് ചെയ്യാൻ വേറൊരാളെയായിരുന്നു നോക്കി വെച്ചിരുന്നത്. കുറച്ചും കൂടെ യങ് ഒരു ന്യൂ കമറിനെ ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി പുള്ളി തന്നെ അത് ചെയ്യാം എന്ന് ഡയറക്ടറിനോട് പുള്ളി തന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഡയറക്ടർ വേറെ ആരുമല്ല, ഡെബ്യൂട്ടൻ ഡയറക്ടറായിരുന്നു കിരൺ റാവു. ആമിർ ഖാൻ്റെ എക്സ് വൈഫായ കിരൺ റാവുവിൻ്റെ ഫസ്റ്റ് മൂവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ധോബി ഘാട്ട് എന്നാണ് പേര്. അത് ഹിന്ദിയിൽ ധോബി ഘാട്ട് എന്നും ഇംഗ്ലീഷിൽ ബോംബെ ഡയറീസ് എന്ന് പറഞ്ഞായിരുന്നു അത് റിലീസാക്കിയിരുന്നത്. TIFF ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2010 അതിലാണ് അത് വേൾഡ് പ്രീമിയർ നടത്തിയിരുന്നത്. ഭയങ്കര അപ്ലോസ് ഒക്കെ കിട്ടിയ ഭയങ്കര രസകരമായിട്ടൊരു സാധനം. ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. സീക്രട്ട് ഷോട്ട്സ് കുറച്ച് വെച്ചിട്ടും ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടും അങ്ങനെയൊക്കെയായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലീഡ് ചെയ്തിരിക്കുന്ന, ആസ് ഐ സെഡ്, ആമിർ ഖാനാണ്. എൻ്റെ പ്രതീക് ബബ്ബർ ഉണ്ട്, മോണിക്ക ഡോഗ്ര ഉണ്ട്, കൃതി മൽഹോത്ര, ഇവരൊക്കെയാണ് ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അക്കാഡമി അവാർഡ് വിന്നർ ഗസ്താവോ സാന്റാഒലല്ല, അങ്ങനെയാണ് പുള്ളിയുടെ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് തോന്നുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മുഹമ്മദ് അലി റോഡ്, ബോംബെ അറിയാവുന്നവർക്കറിയാം, മുഹമ്മദ് അലി റോഡുണ്ട്, മാർക്കറ്റ് റോഡാണ്. അവിടെ ഒരു ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തൊരു 3 ആഴ്ചയോളം അല്ലെങ്കിൽ 4 ആഴ്ചയോളം ഈ ഷൂട്ട് കഴിയുന്നത് വരെ സാക്ഷാൽ ആമിർ ഖാൻ അവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അതായത് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല അപ്പുറത്ത് ആമിർ ഖാനാണ് താമസിക്കുന്നത്. ദ റിയൽ സൂപ്പർ സ്റ്റാർ അവിടെ തൊട്ടപ്പുറത്തുണ്ട്. ഈ ഷൂട്ടിന് വേണ്ടി അവിടെ എന്തോ ഷൂട്ട് നടക്കുന്നു, ബാക്കി വന്നവരൊക്കെ പുതിയ ആൾക്കാരാണല്ലോ. സോ അതുകൊണ്ട് എന്തോ ഷൂട്ട് നടക്കുന്നു, സാധാരണ നടക്കുന്നു പോലും വെച്ചു. ബട്ട് ദേ നെവർ ന്യൂ ഇറ്റ് വാസ് ആമിർ ഖാൻ ഹു വാസ് ഇൻ ദ നെക്സ്റ്റ് ഡോർ. അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു മൂവിയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറേ കഥയൊക്കെ പറഞ്ഞു പോകുന്ന, രസമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ധോബി ഘാട്ട്. ഇറ്റ്സ് അവൈലബിൾ ഇൻ Netflix. If you have seen it, just let me know under the comment section. For a wonderful cast, a power performance, I give the total 4.4 out of 5. Thank you so much.